പ്രൈസ് ലോർഡ്. ഇത് നമുക്ക് മനസ്സിനെക്കുറിച്ച് അല്പസമയങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സ്, പലരുടെയും മനസ്സ് വലിയൊരു കാരാഗ്രഹമാണ്. മനസ്സിൻ്റെ ബന്ധനം നിമിത്തമാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മനസ്സ് ബന്ധനത്തിലാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തിത്വവും ബന്ധനത്തിലായിത്തീരും. നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത് മനസ്സിൻ്റെ തീരുമാനം പോലെ. അപ്പോൾ ഈ മനസ്സ് എത്രത്തോളം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത്രത്തോളം നമ്മുടെ പ്രവൃത്തികളിൽ ദുഷ്ടത നിറയാനിടയായിത്തീരും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവവചനത്തിൽ മനസ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ആത്മാവിനും മനസ്സിനും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്, ഹൃദയത്തിനും മനസ്സിനും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ഒരുമിച്ച് ചേരുന്നതിൻ്റെ ഒരു ബോഡിയാണ് ഒരു മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ഘടനയാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പം ആരംഭത്തിൽ തന്നെ ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അപ്പം അവർക്ക് ചിന്തിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തു. അപ്പം ആരംഭത്തിലുണ്ടായിരുന്ന ഹവ്വയുടെ ജീവിതത്തിൽ അവർക്ക് ചിന്തിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ചതായ മൃഗങ്ങളിൽ ഏറ്റവും കൗശലമേറിയതായ പാമ്പ് അവളുടെ അടുക്കൽ ചെന്നിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതവിടെ ഒരു സംശയം ജനിപ്പിക്കുകയാണ്. പാമ്പ് അവളോട് സംസാരിപ്പിച്ച് അവളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഓർഡറിനെ സംശയം ജനിപ്പിക്കത്തക്ക നിലയിൽ അവളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനിടയായിത്തീർന്നു. ആ മനസ്സിനെ കൺട്രോൾ ചെയ്തതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചത്? അനുസരണക്കേടുണ്ടായി. അനുസരണക്കേട് നിമിത്തം ഹവ്വയുടെ മേൽ പാപം വന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മേൽ, ആദമിൻ്റെ മേൽ പാപം വന്നു. അതിൻ്റെ അനന്തര ഫലം എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും ദൈവം സൃഷ്ടിച്ചതായ മനോഹരമായ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ശാപം അവരുടെ ജീവിതത്തിൽ വന്നു. ശാപത്തിൻ്റെ ഫലം പുരുഷനോട് പറഞ്ഞു, നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉപജീവനം കഴിക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടുകൂടി പ്രസവിക്കും. പാമ്പിനോട് പറഞ്ഞു, നീ ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടിയൊക്കെ നോക്കി കഴിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ നിൻ്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശാപങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ മേലും പാമ്പിൻ്റെ മേലും ഒക്കെ കടന്നു വരാനിടയായിത്തീർന്നു. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതായ ആ സ്വാധീന ശക്തിയുടെ മേൽ നമുക്കൊരു ജയം തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ കുട്ടി ഒരു ചിന്തയില്ലാതെ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വായി തോന്നുന്നതെല്ലാം സംസാരിക്കും. സ്പീക്ക് ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് സെക്കൻഡ് ആൻഡ് തിങ്ക് തേർഡ്. എന്നാൽ ആ കുട്ടി വളർന്ന് പക്വതയെത്തി ഒരു മനുഷ്യനായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനായി കഴിയുമ്പോൾ ആ മനുഷ്യൻ കുട്ടിയെ പോലല്ല പിന്നെ ചിന്തിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയുള്ളൊരു മനുഷ്യൻ തിങ്ക് ഫസ്റ്റ്, ആദ്യം ചിന്തിക്കും, പിന്നെ അണ്ടർസ്റ്റാൻഡ് നെക്സ്റ്റ്, പിന്നെ സ്പീക്ക്, സംസാരിക്കും. അപ്പം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, എന്ത് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആദ്യം ഒന്ന് ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണ്ട, പോയാൽ അത് ഗുണമായി തീരുമോ, അല്ലെങ്കിൽ അതെടുത്താൽ അത് അനുഗ്രഹമായി തീരുമോ, അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം, അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം, എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഈ കാര്യത്തിൽ എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് ചിന്തിക്കുക. അപ്പം
ചിന്താമണ്ഡലം എന്ന് പറയുന്നത് മാനസിക മണ്ഡലമാണ്. നമ്മുടെ ഏത് പാപം ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ പാപം ഒറ്റയടിക്ക് പുറത്തോട്ട് വരികയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും വിഷമുള്ളത്, അതാരാഞ്ഞറിയുന്നവർ ആരാണ്? കപടവും വിഷവും നിറഞ്ഞിരിക്കുന്നതായ ഹൃദയത്തെക്കുറിച്ച് യെരമ്യാവ് പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയവും നമ്മുടെ മനസ്സും ഒക്കെയും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ വേർതിരിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മനസ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആവശ്യമാണ്. ബ്രെയിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ മനസ്സ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എല്ലാ ജ്ഞാനങ്ങളും കടന്നു വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ എന്തെങ്കിലും ജ്ഞാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. ഭൂമിയെ അച്ചുതണ്ടിൽ സ്ഥാപിച്ചെന്നും ഭൂമി ഉരുണ്ടതാണെന്നും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കാറ്റുകൾ ചലിക്കുന്നതിനെക്കുറിച്ച് എന്തെല്ലാം ജ്ഞാനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ മണ്ഡലം തുറക്കപ്പെട്ടപ്പോഴാണ് മനുഷ്യവർഗത്തിന് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനിടയായി തന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നതായി മൊബൈൽ മീഡിയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ ഇരുന്നതായ കാര്യങ്ങൾ മനുഷ്യൻ ഗ്രാസ്പ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇന്ന് കാണുന്ന ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്. അല്ല പിശാചിൻ്റെ വകയൊന്നുമല്ല. അപ്പം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് മനുഷ്യവർഗത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 75 മുതൽ 100 ട്രില്യൺ സെൽസ് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. ആ സെൽസ് എല്ലാം കൂടെ കൂടിയിട്ട് ടിഷ്യൂസ് ആകുകയും അത് പിന്നെ സബ്സിക്വൻ്റ്ലി ഓർഗൻ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്ത് ബ്രീത്തിങ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റംസ് ആയിട്ട് വർക്ക് ചെയ്ത് ആണ് ഒരു പൂർണ്ണ മനുഷ്യൻ റെഡിയായി വരുന്നത്. സയൻസ് പറയുന്നത് ഏകദേശം 50,000 മുതൽ 70,000 ചിന്തകൾ ഒരു ദിവസം ഒരു മനുഷ്യ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. 50,000 മുതൽ 70,000 തോട്ട്സ് വരെ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിയുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര ഒരു കടലാണ്. ആ കടൽ ആകുന്ന മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കറിയാം, പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവങ്ങൾ, പാരമ്പര്യമായ ചില വ്യക്തികൾ ഭയങ്കര ക്ഷിപ്രകോപികളാണ്. അപ്പോൾ അവരുടെ അപ്പൂപ്പന്മാരും മുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ അപ്പൻ ഭയങ്കര ക്ഷിപ്രകോപിയായിരുന്നു, അതുകൊണ്ട് മകനും ക്ഷിപ്രകോപിയായി. അപ്പൻ ഭയങ്കരമായ ദുർനടപ്പുകാരനായിരുന്നു, അതുകൊണ്ട് മകനും ദുർനടപ്പുകാരനായി. അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായ ചില സ്വഭാവങ്ങൾ മാനസിക മണ്ഡലത്തിൽ, ഇപ്പം ചില കുടുംബങ്ങളിൽ നമുക്കറിയാം ഭ്രാന്ത്, അപ്പന് ഭ്രാന്തുണ്ടായിരുന്നു, മകനും ഭ്രാന്തുണ്ട്, അമ്മയ്ക്ക് ഭ്രാന്തുണ്ടായിരുന്നു, മകൾക്ക് ഭ്രാന്തുണ്ട്. അപ്പം പാരമ്പര്യമായി കിട്ടുന്ന ആ DNA കൺവേർഷൻ മനുഷ്യൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പാരമ്പര്യമായിട്ട് അത് കൈമാറ്റപ്പെടുന്നതായ പല രോഗങ്ങളും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. DNA എന്ന് പറയുന്നത് തന്നെ ഡയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അതിൻ്റെ ക്രോമോസോമുമായിട്ട് ബന്ധപ്പെട്ട് അത് നിലനിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ജനറ്റിക് കരിയർ ഈ DNA ആണ്. അപ്പോൾ ഈ DNA നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ബ്രെയിൻ ഒരിക്കലും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു വചന ഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മനസ്സ് അലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്ത് പ്രബോധിപ്പിക്കുന്നു?
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. അപ്പം ദൈവത്തിൻ്റെ മനസ്സെന്താണ്? മനസ്സിലിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയോടുകൂടെ ആരാധിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് വെച്ചാൽ സുബോധത്തോടുകൂടി, ബുദ്ധിയുള്ള, അത് കർത്താവ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. അപ്പം ബുദ്ധി വർക്ക് ചെയ്യിക്കണമെന്ന് കർത്താവും ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തിൽ തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ ക്ലവറായിട്ട് ഉപയോഗിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പം ആരാധനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആ ഒരു യാഗമായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന് വിശുദ്ധയാഗമായി അർപ്പിക്കണം. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എത്ര സ്തോത്രം ചെയ്താലും, എത്ര കൈയടിച്ചെന്ന് പറഞ്ഞാലും, എത്ര ദാനധർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമായിരിക്കണമെന്ന്, ദൈവം വിശുദ്ധമായിരിക്കുന്ന പോലെ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാനിടയായി തീർന്നു. അവിടെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിന് രൂപാന്തരം സംഭവിക്കണം. ആ മനസ്സ് മാനസാന്തരപ്പെടാതെ ഒരാൾക്കും രക്ഷയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അല്ലല്ല ഞാൻ പറയുന്നു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത്, മനസ്സിന് രൂപാന്തരം സംഭവിക്കേണ്ടത് ഒരു അത്യന്താപേക്ഷിതമാണ്, അത്യാവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും മനസ്സൊന്ന് പുതുക്കണം. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാണ്. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും കറ വരാം, ചുളുക്കം വരാം, വാട്ടം വരാം, മാലിന്യം വരാം, ക്ഷീണാവസ്ഥകൾ വരാം, നിരാശകൾ വരാം, ഭാരങ്ങൾ വരാം, ഭയങ്ങൾ വരാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ സ്വാധീനിച്ച് നമ്മളെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മനസ്സിനെ ഒന്ന് പുതുക്കണമെങ്കിൽ ദൈവപാദപീഠത്തിലിരിക്കണം. നമുക്ക് നമ്മുടെ മനസ്സാണ് നമ്മുടെ മുഖത്തിൻ്റെ ഒരു കണ്ണാടി. അപ്പം നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മനസ്സ് സുഖമാണെങ്കിൽ ശരീരവും സുഖമായിരിക്കും. മനസ്സ് സംതൃപ്തിയാണെങ്കിൽ ശരീരത്തിലും അത് അനുഭവിക്കാൻ പറ്റും. മനസ്സിൽ സമാധാനമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുഖത്തിൽ, നമ്മുടെ ഇടപാടുകളിലും എല്ലാം അത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി. അപ്പോൾ ആ സ്വാധീന ശക്തിയാകുന്ന മനസ്സിനെ പുതുക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. പുതുക്കണമെങ്കിൽ, ഒരു വീട് പുതുക്കണമെങ്കിൽ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന്. പഴയതെല്ലാം എടുത്ത് മാറ്റണം. പഴയ കാര്യങ്ങൾ, പഴയ തുരുമ്പ് പിടിച്ചത്, നശിച്ചത്, തകർന്നു കിടക്കുന്നത്, ഇടിഞ്ഞു കിടക്കുന്നത്, പൊളിഞ്ഞു കിടക്കുന്നത്, വേണ്ടാതെ കിടക്കുന്നത്, ഇതെല്ലാം എടുത്തൊന്ന് മാറ്റി, എടുത്ത് ചവറ്റുകൊട്ടയിലോട്ട് അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുത്ത് അതിനൊന്ന് പുതുക്കി മോഡിഫൈ ചെയ്ത് കറക്റ്റാക്കി വെക്കുമ്പോൾ ഈ വീട് നല്ല ബെസ്റ്റായിരിക്കും, നന്നായിരിക്കുന്നു. പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചായയെല്ലാം മാറി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാ ദിവസവും വീട് തൂക്കാറുണ്ട്, വീട് ശുചീകരിക്കാറുണ്ട്, നമ്മുടെ ശരീരം കുളിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാട്ടിലെല്ലാം വലിയ പ്രാധാന്യമുള്ളതാണ് മനസ്സ് പുതുക്കുന്നത്. മനസ്സ് പുതുക്കണമെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ആ മനസ്സ് പുതുക്കുവാൻ കഴിയത്തുള്ളൂ. അവിടെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യാദികളും പിശാചൊരുക്കുകയാണ്. അവിടെ വചനം പറയുന്നുണ്ട്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കാനിടയായിത്തീരും. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് നിലനിൽപ്പ്. ലോകവും അതിൻ്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും. ലോകം തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ്.
എന്നാൽ ഈ ലോകമെല്ലാം പോകും. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്തത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണതായ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പം ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, അവിടെ ദൈവത്തിൻ്റെ ആ ഹിതത്തിനകത്ത് നന്മയുണ്ട്, പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാറ്റിനും ദൈവ ഇഷ്ടപ്രകാരം നമ്മളൊരു കാര്യം ചെയ്താൽ അതിനൊരു പൂർത്തീകരണമുണ്ട്. ദൈവ ഇഷ്ടപ്രകാരം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവഹിതപ്രകാരം നമ്മുടെ ചുവടുകൾ വെച്ചാൽ നിശ്ചയമായിട്ടും അത് പൂർത്തീകരിക്കാനിടയായിത്തീരും. അത് അനുഗ്രഹമായി തീരാനിടയായിത്തീരും. ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് കലങ്ങേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായി ധൈര്യത്തോടു കൂടെ നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റവും നല്ല മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നടത്താനിടയായിത്തീരും. നോക്കണം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അപ്പം മനസ്സ് പുതുക്കുമ്പോൾ ഒരു രൂപാന്തരം സംഭവിക്കും. രൂപാന്തരം ആരുടെ കൂട്ട? നോക്കണം, ദുഷ്ട മനസ്സുള്ള ഒരു മനുഷ്യൻ മനസ്സ് പുതുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ കൂടെ മനസ്സ് പുതുക്കുമ്പോൾ, ദൈവവചനത്തിൽ കൂടെ മനസ്സ് പുതുക്കുമ്പോൾ അവന് രൂപാന്തരം സംഭവിക്കും. രൂപാന്തരപ്പെട്ട് ആരായിത്തീരും? അവൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അപ്പം പഴയ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യൻ ദുഷ്ടതയുള്ളവനായിരിക്കാം, പഴയ മനുഷ്യൻ പാപിയായിരിക്കാം, പഴയ മനുഷ്യൻ നിരാശയുടെ ഗർത്തത്തിൽ കിടക്കുന്നവനായിരിക്കാം, പഴയ മനുഷ്യൻ ക്ഷിപ്രകോപിയായിരിക്കാം, പഴയ മനുഷ്യൻ വ്യഭിചാരിയായിരിക്കാം, പഴയ മനുഷ്യൻ ക്ഷമിക്കാൻ കഴിയാത്തവനായിരിക്കാം. എന്നാൽ അവന് മനസ്സ് പുതുക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരും. ആ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ മനസാക്ഷിയുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരും. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തൊക്കെ പറയുന്നത് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് 9 ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ഇങ്ങനെ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ, പുതുക്കം പ്രാപിക്കുമ്പോൾ നാം ഒരു ദൈവിക മനുഷ്യനായി രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവിക മനുഷ്യർക്കാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തോടു കൂടെ ചേർന്നിരിക്കുവാൻ ദൈവം കൃപ കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആശയത്തിലുള്ളവരെയാണ്, നമ്മുടെ ഇഷ്ടത്തിലുള്ളവരെയാണ്, നമ്മൾ പറയുന്ന അനുസരിക്കുന്നവരെയാണ്. ഇതുപോലെ ദൈവം പറയുന്ന അനുസരിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുവാൻ ദൈവം അവസരം തരുന്നത്. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്ഥാനം വേണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ എല്ലാ ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു പേപ്പറിലൊരു കാര്യം വായിച്ചു, ആ വായിച്ച സംഭവത്തിൽ കൂടെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. ആ ചിന്തകൾ പിന്നെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വൃക്ഷമാണ്. അത് എത്ര നേരം വേണമെങ്കിൽ ആ ചിന്തയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ലോകത്തിൽ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല. ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ മനസ്സ് ഭർത്താവിന് അറിയത്തില്ല, അപ്പൻ്റെ മനസ്സ് മക്കൾക്ക് അറിയത്തില്ല, മക്കളുടെ മനസ്സ് അപ്പൻ അറിയത്തില്ല. എന്നാൽ നിശ്ചയമായിട്ടും അറിയുന്ന ഒരാളുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭേദങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. അപ്പം ഹൃദയത്തിലെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വിവേചിക്കാൻ കഴിയുന്നത്, അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അതിനെ കട്ട് ഷോട്ട് ചെയ്യുവാൻ കഴിയുന്നത്, അതിനെ നീക്കിക്കളയാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ ഈ തിരുവചനത്തിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. നിരാശ മാറ്റാൻ മരുന്ന് കഴിച്ചാൽ നിരാശ മാറത്തില്ല. ക്ഷിപ്രകോപം മാറ്റാൻ ഒരു മരുന്നുകൾക്കും കഴിയത്തില്ല. അല്ലെങ്കിൽ വ്യഭിചാരം മാറ്റാൻ ലോകത്തിൽ ഒരു സംവിധാനങ്ങളുമില്ല. എന്നാൽ മനസ്സ് പുതുക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവപാദപീഠത്തിലിരുന്ന് മനസ്സൊന്ന് പുതുക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ട് നമ്മൾ ഒരു രൂപാന്തരപ്പെട്ട മനുഷ്യനായി വെളിപ്പെടാനിടയായിത്തീരും.
അപ്പോൾ മനസ്സാണ് നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. കൈകളെ, കാലുകളെ, കണ്ണുകളെ, ചെവികളെ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശിക്ഷയുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മനസ്സ് ചിന്തിച്ചാൽ മതി, മനസ്സ് ചിന്തിച്ചാൽ തന്നെ അതൊരു പാവമായി തീരും. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, 13 തരം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. പുറമേ നിന്ന് വരുന്ന ഒന്നും നമുക്ക് ഹാനി വരുത്തത്തില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് 13 തരം കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നു. ദുർചിന്ത, ദുർമോഹം, ദുഷ്ടത, ചതി, വിടക്കുകണ്ണ് എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഇതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. എന്നുവെച്ചാൽ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ദുർമോഹം, ദുഷ്ടത, ചതി, അത്യാഗ്രഹം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ്, മനസാക്ഷിയിൽ ഹൃദയത്തിൽ ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും മനുഷ്യൻ അശുദ്ധമാണ്. അപ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും? ഈ കാര്യങ്ങളെ എല്ലാം ഒന്ന് ചെകഞ്ഞെടുത്ത് കളയണം. അത് കളയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ആ ഇരിക്കുന്ന സ്ഥാനം, ഇപ്പം നമ്മുടെ വീട്ടിൽ അഴുക്കുള്ളൊരു സാധനം ഇരിക്കുന്നു, ആ അഴുക്കോടുകൂടെ എത്ര നല്ല കാര്യങ്ങൾ ക്രമീകരിച്ചു എന്ന് വെച്ചാലും ആ അഴുക്ക് അവിടെ കാണും, ശ്രദ്ധിക്കപ്പെടും. എന്നാൽ ആ അഴുക്കിനെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുകയോ അല്ലെങ്കിൽ തീക്കകത്തിട്ട് കത്തിച്ച് നശിപ്പിക്കുകയോ ചെയ്താൽ പിന്നെ അതിൻ്റെ സ്ഥാനമില്ല. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസാക്ഷിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായ മനസാക്ഷിയുടെ ദുർമനസാക്ഷികൾ, അതായത് ഇബ്രായ ലേഖനത്തിൽ ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായിത്തീരണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിത്തീരണം. അപ്പോൾ ദുർമനസാക്ഷിയെ മാറ്റുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ദുർമനസാക്ഷിയുള്ളവർ കർത്താവിൻ്റെ രക്തത്തിലങ്ങോട്ട് ആശ്രയിക്കണം. യേശുവിൻ്റെ രക്തം എൻ്റെ ദുർമനസാക്ഷികളെ പോക്കി വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ ദുർമനസാക്ഷികൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, എന്നാൽ കൃപയാൽ ഞാൻ കർത്താവിനെ അനുസരിക്കാനിടയായിത്തീർന്നു. നമുക്ക് അറിയാം, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 9-ാം അധ്യായം 14-ാം വാക്യം അവിടെ പറയുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പം മനസ്സാക്ഷിയുടെ മനസ്സിൽ പാപം ഇരിക്കുന്നിടത്തോളം കാലം, മനസ്സിൽ കാപട്യം ഇരിക്കുന്നിടത്തോളം കാലം, മനസ്സിൽ ദുഷ്ടത ഇരിക്കുന്നിടത്തോളം കാലം അവിടെ മരണമാവുള്ളത്. അവിടെ എഴുതിയിരിക്കുന്ന നിത്യാത്മാവിനാൽ. അപ്പം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിത്യാത്മാവാണ്. ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച, അപ്പോൾ മരണസമയത്തും കർത്താവായ യേശു ക്രിസ്തു നിഷ്കളങ്കനായിരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ. അപ്പോൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൽ കൂടെ പാപമോചനം പ്രാപിച്ചിരിക്കണം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ, അപ്പം നിർജീവമായിരിക്കുന്ന, ഒരു ചൈതന്യമില്ല, ഒരു മാറ്റവുമില്ല, ജീവൻ്റെ ഒരു ലെവലേശവുമില്ല, അങ്ങനെ ഇരിക്കുന്ന പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സാക്ഷിയെ പോക്കി ശുദ്ധീകരിക്കുവാൻ ഒറ്റ മരുന്നേ ഉള്ളൂ, അത് യേശുവിൻ്റെ പുണ്യ രക്തമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി വിശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം സകല പാപവും പോക്കി വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന മുഴുവൻ, നമ്മൾ ചുമക്കേണ്ട എല്ലാ പാപങ്ങളും കർത്താവ് തൻ്റെ ജീവിതയാത്രയിൽ ഏറ്റെടുത്തു. ആ പാപം മുഴുവൻ ക്രൂശിൽ കൂടെ അവൻ ഏറ്റെടുത്ത് വഹിച്ച് നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപം അവൻ്റെ ചുമലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പാപം അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പാപം കൊണ്ട് നീ നടക്കേണ്ട ആവശ്യമില്ല. പാപികൾക്കൊരിക്കലും സ്വർഗമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ മനസ്സ് പുതുക്കണമെന്ന് പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കുന്നു.
അവിടെ മനസ്സ് പുതുക്കി നിർജ്ജീവ പ്രവൃത്തികളെ ശുദ്ധീകരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടുന്ന എവിടെയാണ്? ഏത് അവയവമാണ്? വിചാരപ്പെടുന്നത് മനസ്സാണ്. നമ്മൾ കടബാധ്യതകളെ ഓർത്ത് വിചാരപ്പെടും, നാളെക്കുറിച്ച് വിചാരപ്പെടും, മക്കളുടെ ഭാവി ഓർത്ത് വിചാരപ്പെടും, പ്രമോഷനെ ഓർത്ത് വിചാരപ്പെടും, നാളെ നടക്കാൻ പോകുന്ന ചില ഫങ്ഷൻസിനെ ഓർത്ത് വിചാരപ്പെടും. കുട്ടികളാണെങ്കിൽ പരീക്ഷയെ ഓർത്ത് ഇങ്ങനെ വിചാരപ്പെടുത്തി ടെൻഷൻ അടിച്ച് ഉള്ളതും എഴുതാനൊക്കെ അത് ഇരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്, പക്ഷെ വിചാരപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ പോലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ വിചാരം, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ വിചാരം, ആ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, നീ ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത്. സുവിശേഷത്തിൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നീ വിചാരപ്പെടരുത്. ഈ വക അന്വേഷിക്കുന്ന ജാതികളാണ്. ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത്. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കലക്കം ഉണ്ടാകും, മാനസിക മണ്ഡലത്തിൽ കലക്കം ഉണ്ടാകും, ഹൃദയമണ്ഡലത്തിൽ കലക്കം ഉണ്ടാകും, വിചാരങ്ങളിൽ കലക്കം ഉണ്ടാകും. ഇവിടെ പത്രോസും കൂടെയുള്ളവരും പടകിൽ യാത്ര ചെയ്യുന്നിരുന്നപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അയ്യോ, കർത്താവിനെ വിളിച്ച് പറയുകയാണ്, കർത്താവ് ആ പടകിൽ ഉറങ്ങുകയായിരുന്നു. കർത്താവിനെ തട്ടുകൊണ്ടത് പറയാം, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയമുള്ളവർ, ഞാൻ ഒരു കാര്യം പറയാം, ഒരാളും നശിച്ചു പോകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഏറ്റവും നല്ലവനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകരുത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ, യൂതയെക്കുറിച്ച് പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോകരുതെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. അവനോ നഷ്ടപ്പെട്ടു പോയി, ഇനി ആരും ഒരാളും നശിച്ചു പോകരുത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പോലും ശപിക്കപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നല്ലവനാണ്. പക്ഷേ ആ നല്ലവനായ ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ മനസ്സ് പുതുക്കണം, മനസ്സൊന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള കയ്പുകളെല്ലാം ഒന്ന് മാറ്റണം. ഹൃദയത്തിലുള്ള എല്ലാ ദുർനിക്ഷേപങ്ങളും എല്ലാം ഒന്ന് എടുത്തു കളയണം. നമുക്കൊരു വാക്യം വായിക്കും. യാക്കോബിൻ്റെ ലേഖനമാണെന്ന് തോന്നുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്തല്ല? കയ്പുള്ള ഈർഷ്യ, മനുഷ്യർക്കെതിരെ, കൂട്ടുകാരനെതിരെ, ശത്രുവിനെതിരെ ഉള്ള കയ്പുള്ള ഈർഷ്യ. ശാഠ്യം, ഞാൻ പിടിക്കുന്ന മുതൽ 2 കൊമ്പ്. ചില ഭയങ്കര ശാഠ്യമുള്ളവരാണ്, അത് പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. ചില ഭയങ്കര വാശിക്കാരുണ്ട്, അവർ പറയുന്നതേ നടക്കത്തുള്ളൂ. ഇതൊന്നും ദൈവികമല്ല. നോക്കണം, അവിടെ പറയുന്നു, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. അപ്പോൾ ഭൗമികമായ ജ്ഞാനമുണ്ട്, പിന്നെ പ്രാകൃതമായ ജ്ഞാനമുണ്ട്, പൈശാചികമായ ജ്ഞാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഭൗമികമായ അറിവ്, പ്രാകൃതമായ വർഷങ്ങളായിട്ട് സംവത്സരങ്ങളായിട്ട് പിന്തുടരുന്ന ചില പാരമ്പര്യ അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. എൻ്റെ അപ്പനപ്പൂപ്പന്മാർ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ അപ്പനിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ അപ്പൂപ്പനിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ അമ്മൂമ്മയിൽ നിന്ന് പഠിച്ചത്, ഇത് നമ്മൾ പിന്തുടർന്നു വരുന്ന പ്രാകൃത സ്വഭാവങ്ങളുണ്ട്, പിന്നെ പൈശാചികമായ സ്വഭാവങ്ങൾ. അപ്പം ഇതെല്ലാം മനസ്സിനെ കൺട്രോൾ ചെയ്യാം. അപ്പം എന്നാൽ ആ സ്ഥലത്ത് ഉയരത്തിലേക്ക് നോക്കുക. നോക്കണം, അവിടെ 16-ാം വാക്യത്തിൽ പറയും, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അതിൻ്റെ 3-ന്റെ 17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ. അപ്പം
ഉയരത്തിൽ നിന്ന് ഉള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് താഴോട്ട് വരുന്ന ജ്ഞാനമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ശ്രദ്ധിക്കണം, 17-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഭൂമിയിലുള്ള ഭൗമികം, പ്രാകൃതം, പൈശാചികമായ ജ്ഞാനങ്ങളിൽ എന്തുണ്ട്? കയ്പുണ്ട്, ഈർഷ്യയുണ്ട്, ദുശാഠ്യങ്ങളുണ്ട്, അവിടെ എല്ലാം കലക്കമുണ്ട്. വീട്ടിൽ കലക്കങ്ങൾ, ഒരു വാക്കുകളുടെ മുമ്പിൽ കലക്കം ഉണ്ടാകാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഒരു വീട്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല. ഒരു വീട് തന്നിൽ തന്നെ ചിത്രിച്ചാൽ ആ വീട് നശിച്ചു പോകും. അപ്പം പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ കലക്കമുണ്ടാക്കുക. ആദ്യം മനസ്സിലാണ് കലക്കമുണ്ടാക്കുന്നത്, പിന്നെ ശരീരത്തിലേക്ക് അടി വരത്തുള്ളൂ. ശരീരം അത് പ്രതികരിക്കുമ്പോഴാണ് അടിയായി, കൊലപാതകമായി. ഇപ്പം തന്നെ എത്രയോ ന്യൂസുകൾ നമ്മൾ കേട്ടു. നിസ്സാര കാര്യത്തിന് കൊലപാതകം നടന്നത്, നിസ്സാര കാര്യത്തിന് കൈവെട്ടി, കാല് വെട്ടി കൊലപാതകങ്ങൾ നടന്നു. ആദ്യം മനസ്സാണ് തീരുമാനിക്കുന്നത് അത് ചെയ്യണം. അപ്പോൾ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം. ദൈവപാദത്തിൽ ഉയരത്തിലുള്ള ജ്ഞാനമോ, ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, നിർമ്മലമായിരിക്കും, പിന്നെ സമാധാനം കൊണ്ട് നിറഞ്ഞതായിരിക്കും, ശാന്തത, എല്ലാം എന്ത് ചെയ്യണമെങ്കിലും ഒരു ശാന്തത ഉണ്ടായിരിക്കും, പിന്നെ അനുസരണമുണ്ടായിരിക്കും, ദൈവത്തോടുള്ള അനുസരണം, വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളോടുള്ള അനുസരണം, ഓഫീസിലാണെങ്കിൽ മേലധികാരിയോടുള്ള അനുസരണം, പബ്ലിക്കിലാണെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ള അനുസരണം, ട്രാഫിക്കിലാണെങ്കിൽ ട്രാഫിക് റൂൾസിനോടുള്ള അനുസരണം, അങ്ങനെ പല അനുസരണങ്ങളുണ്ട്. അപ്പം ഏത് കാര്യങ്ങളും ഏത് നിയമങ്ങളും ഒന്ന് അനുസരിക്കണമെങ്കിൽ ഒന്ന് വിധേയപ്പെടണം, ഒന്ന് കീഴ്പ്പെടണം. നമ്മളാരും ഒരു നിയമത്തിന് അതീതരല്ല, ദൈവത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങണം. അപ്പം ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത് നിർമ്മലമാണ്, സമാധാനം നിറഞ്ഞതാണ്, ശാന്തത നിറഞ്ഞതാണ്, അനുസരണം നിറഞ്ഞതാണ്, കരുണ നിറഞ്ഞതാണ്. ഒരാളൊരു കാര്യം തെറ്റ് ചെയ്തു, അവനോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ചിലർക്കാണെങ്കിൽ ഒരു കരുണയുമില്ല. നാം വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. നാം ഒരാളോട് കരുണയില്ലാതെ കാണിച്ചാൽ നിശ്ചയമായിട്ട് നമുക്കും കരുണ പലയിടത്തൊന്നും കിട്ടില്ല. നാം വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. നാം ഒന്ന് ശാന്തത വിതച്ചാൽ നിശ്ചയമായിട്ട് നമുക്കും എവിടുന്നെങ്കിലുമൊക്കെ ശാന്തത കിട്ടും. നാം സമാധാനം വിതയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് സമാധാനം എന്ന ഫലം കൊയ്യും. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ചിലർക്കാണെങ്കിൽ ചില വൈരാഗ്യങ്ങളൊന്നും ഒരിക്കലും തീരത്തില്ല. 30 വയസ്സിലൊക്കെ തുടങ്ങുന്ന വൈരാഗ്യം 90 വയസ്സായാലും തീരത്തില്ല. പക്ഷേ നമ്മളൊരു അത് ദൈവികമായ അനുഗ്രഹമല്ല. കൈയടിക്കുന്നുണ്ടായിരിക്കാം, പാട്ട് പാടുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിൻ്റെ കൂട്ടുകാരനോട് നിന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച്, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മനസ്സുകൊണ്ട് ക്ഷമിക്കണം. അല്ലാതെ പുറമേ കാണുമ്പോൾ ചിരിച്ചിട്ട് മനസ്സുകൊണ്ട് കൈ നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ക്ഷമിക്കും. അപ്പം നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നത് എപ്പോഴാണ്? നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളറയിൽ പൂർണ്ണമായും ക്ഷമിച്ചു കഴിയുമ്പോൾ, ഒരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ, ക്ലിയറായിട്ടുള്ള മനസ്സുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും സ്വർഗവും നമ്മുടെ പിഴവുകളെ ക്ഷമിക്കാനിടയായിത്തീരും. മനുഷ്യാകുമ്പോൾ പല പിഴകളുണ്ടാകാം, തെറ്റുകുറ്റങ്ങളുണ്ടാകാം. എന്നാൽ ഓരോ ദിവസവും മനസ്സ് പുതുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നോക്കണം, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എങ്ങനെയുള്ളതാണ്? നിർമ്മലമുള്ളതാണ്, സമാധാനം നിറഞ്ഞതാണ്, ശാന്തത നിറഞ്ഞതാണ്, അനുസരണം നിറഞ്ഞതാണ്, കരുണ നിറഞ്ഞതാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ്, പക്ഷപാതമില്ലാത്തതാണ്. പക്ഷപാതമില്ല. ചേട്ടനോടും അനിയോടും ഒരേ രീതി. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളോടും ഒരേ രീതി, പക്ഷപാതമില്ല. ഓഫീസിലാണെങ്കിൽ പക്ഷപാതമില്ലാതെ പെരുമാറുക, പക്ഷപാതം കൂടാതെ.
ഒരു സഭയിലാണെങ്കിൽ പക്ഷപാതം കൂടാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നാം ഈ ദിവസങ്ങൾ കാണിക്കണം. പക്ഷപാതം കാണിക്കുന്നത് ദൈവഹിതമല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. ഇവിടെ പക്ഷപാതമില്ലാത്തത് കപടമില്ലാത്തതും ആകുന്നു. 18-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഈ സമാധാനം എവിടെ ഉണ്ടാക്കുന്നത്? മനസ്സിലാണ്, ഹൃദയത്തിലാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധി. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, മനസ്സും ഹൃദയവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ പല ശക്തികളുണ്ട്. നമ്മൾ ജനിച്ചു വന്ന സാഹചര്യങ്ങൾ, ജീവിച്ച പരിസ്ഥിതികൾ, നമ്മുടെ യൗവനം, നമ്മുടെ പല സ്വഭാവങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ചില പ്രവൃത്തികൾ, നമ്മുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം മനസ്സിനെ കൺട്രോൾ ചെയ്യും. എന്നാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതായ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചാട്ട് എല്ലാ സ്പേസും, ഹൃദയത്തിൻ്റെ എല്ലാ സ്പേസും, എല്ലാ അറകളും ദൈവാത്മാവ് കൊണ്ട് നിറച്ചാട്ട്. ദൈവാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയുള്ള ആത്മശക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. അതാ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആ ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമ്മുടെ ഹൃദയത്തിലും നിറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞാട്ട്. പലപ്പോഴും കർത്താവ് സൗഖ്യത്തിൻ്റെ വിഷയത്തിന്മേൽ സംസാരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുഷ്ഠരോഗിയോട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സിൽ പല സംശയങ്ങളിരിക്കുമ്പോൾ ഒരിക്കലും സൗഖ്യം കിട്ടത്തില്ല. മനസ്സിൽ ഭാരമിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയമിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ പല നിരാശകളിരിക്കുമ്പോൾ ആരോഗ്യം കിട്ടില്ല, ശരീരത്തിന് സൗഖ്യം കിട്ടത്തില്ല. എന്നാൽ സൗഖ്യമാകാൻ നിൻ്റെ മനസ്സുണ്ടോ? കർത്താവ് നിനക്ക് സൗഖ്യം തരുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? മനസ്സിൽ വിശ്വസിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവ് എന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവിൻ്റെ വചനം ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? കർത്താവിന് ഇരിപ്പിടം കൊടുക്കുവാൻ നിൻ്റെ മനസ്സ് റെഡിയാണോ? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കുകയാണ്. ദൈവത്തിൻ്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിശക്തമായ വഴികൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി വാതിലുകൾ തുറക്കുകയാണ്. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഈ മനസ്സിനെക്കുറിച്ച് സയൻസ് പറയുന്നത് ഏകദേശം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 4 മുതൽ 5 വരെ ബില്യൺ ബുക്സുകൾ ഉള്ള കണ്ടൻറ്റുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമ്മുടെ ബ്രെയിനിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോണിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം. എന്നാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 മുതൽ 5 ബില്യൺ ബുക്സ്. എത്രത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഈ ബ്രെയിനിനെ മനസ്സിൻ്റെ ആ നിർമ്മലത കൊണ്ട് കറക്റ്റ് ചെയ്ത് ദൈവത്തിന് പ്രയോജനമുള്ളൊരു ബ്രെയിനായി രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ദൈവം സൃഷ്ടിച്ചതാണ്. കൂടെ തലയിലോട്ട് കൈവച്ച് പറയണം, ദൈവമേ നീ സൃഷ്ടിച്ച ഈ ബ്രെയിനായി സ്തോത്രം, ഈ നല്ല ചിന്തകൾക്കായി സ്തോത്രം, ദൈവമേ നീ സൃഷ്ടിച്ച നല്ല ഈ നിരൂപണത്തിനായി സ്തോത്രം. കൂടെ പറയണം, കർത്താവിനോട് പറയാം, കർത്താവിനെ സ്തുതിക്കണം. ദൈവമേ അങ്ങ് സൃഷ്ടിച്ച ഈ മനോഹരമായ എൻ്റെ ശരീരത്തിനായി സ്തോത്രം. എന്നെപ്പോലെ ഈ ഭൂമിയിൽ ആരും സൃഷ്ടിച്ചിട്ടില്ല. ദൈവമേ നീ എനിക്ക് തന്ന വ്യക്തിത്വത്തിനായി സ്തോത്രം, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്.
നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. ഒരു കടൽ പോലെ സൃഷ്ടിച്ച ഈ മനസ്സ് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ്. ഭൂമിയിലെ ഒരു ഭൗതിക നന്മകളുമല്ല അത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതമാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. വിഭജിക്കാനുള്ള കഴിവ്, പരിജ്ഞാനത്തോട് സംസാരിക്കാനുള്ള കഴിവ്, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ്, തെറ്റുകളെ മനസ്സിലാക്കാനുള്ള കഴിവ്. എത്ര കഴിവുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും തന്നില്ല എന്ന് ഓർത്ത് ആരും നിരാശപ്പെടേണ്ട. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന് ഓർത്ത് ആരും ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് തന്നിരിക്കുന്ന, ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ കഴിവുകളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും. ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന കഴിവ്, ഓർമ്മശക്തി, പരിജ്ഞാനം, കേൾക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്, നടക്കാനുള്ള കഴിവ്, ഈ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് എത്ര അതിശയകരമാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇന്ന് ഈ മെസ്സേജ് ഇത്രത്തോളം മതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ടും ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുകൂലരാകാതെ നന്മയും കരുണയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ ഒന്ന് സമർപ്പിക്കുകയും ഈ ലോകത്തിന് ഒരിക്കലും അനുരൂപരാകാം. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് എന്നേക്കും നിലനിൽപ്പുള്ളൂ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. പിന്നെയും അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരെ എല്ലാവിധ ബ്ലെസ്സിംഗ് കൊണ്ടും നിറഞ്ഞു വരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.